ഹലോ ഗൈസ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങളങ്ങനെ വലിയൊരു ട്രാവൽ വീഡിയോ ഒന്നല്ല ചെയ്യുന്നത്. ചുമ്മാ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇവിടെ നല്ല തണുപ്പാട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾ സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പം വിൻ്റർ വരുന്നതിന് മുന്നേ ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റടിക്കും. കാറ്റൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു ഫോഗി അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ടോട്ടൽ ഇവിടെ. അതെ, ഇതിപ്പോൾ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ 1 മണിയായി സമയം. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. കണ്ടോ, ഫുൾ ഫോഗായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആക്ച്വലി ആ ഭാഗത്തേക്കാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. അതിലാണ് മെയിൻ എൻട്രൻസ്. ഇത് ബാക്ക് ഗേറ്റ് വഴി വന്നാണ്. ഇത് വേറൊരു കമ്മ്യൂണിറ്റിയാണ്, ഓൾഡ് ഏജ് ആൾക്കാർ നിൽക്കുന്ന കമ്മ്യൂണിറ്റി ആട്ടോ. അപ്പം ഇപ്പം തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് ട്രിപ്പും കാര്യങ്ങളൊന്നും പോകുന്നില്ല. ബിക്കോസ് നമുക്കിവിടെ മെയിനായിട്ട് വണ്ടിയില്ല. വണ്ടി പോയിട്ട് അറ്റ്ലീസ്റ്റ് അതെ കറക്റ്റ് മെയിനായിട്ട് ലൈസൻസ് എടുക്കണം. അപ്പോൾ ലൈസൻസിൻ്റെ ലേണേഴ്സ് ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട് സിഗ്നൽസും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പം ഇനി പയ്യെ ലേണേഴ്സ് എടുത്തിട്ട് ഒരു വണ്ടി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ എന്തായാലും ട്രിപ്പ് പോകുന്നുള്ള കാര്യം ഫോർ ഷുവർ അല്ലേ, പോലെ. ഓക്കെ, സോ ഇപ്പം ചുമ്മാ ഇങ്ങനെ നടക്കുക കേട്ടോ. നല്ലൊരു കിടലൻ ക്ലൈമറ്റ് കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതെ, നാട്ടിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് കിട്ടണമെന്നാണെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങൾ മൂന്നാർ, കൊച്ചിയിലാണെങ്കിൽ മൂന്നാർ പോവും, നാട്ടിലാണെങ്കിൽ വയനാട്ടിലേക്ക് പോകും. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത് കിട്ടാറുള്ളൂ. ബട്ട് ഇവിടെ ആ ക്ലൈമറ്റ് എന്തായാലും ഞങ്ങൾ മിസ് ചെയ്യില്ല. ബാക്കി നാട്ടുകാരല്ല വീട്ടുകാരൊക്കെ മിസ് ചെയ്തെങ്കിലേ ഉള്ളൂ. അല്ലാതെ ക്ലൈമറ്റും പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളിത് ഈ വാക്ക് വേ കൂടി ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പയ്യെ നടക്കാനുള്ള പ്ലാനാണ്. നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്, പക്ഷേ ആരും യൂസ് ചെയ്യാത്ത ഒരു സാധനം ആണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെ ഫോറിൻ കൺട്രീസിൽ എല്ലാവരും ക്രോസ് ചെയ്യണമെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ക്രോസ് ചെയ്യണം. അപ്പം ഇത് കണ്ടോ, വണ്ടിയൊക്കെ ദൂരത്തുനിന്ന് നിർത്തി കണ്ടോ. ഇവിടെ പെഡസ്ട്രിയൻസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സ്ഥലമാണ്. മീൻസ് ഇവിടെ എന്നല്ല, പൊതുവെ പുറം രാജ്യങ്ങളിൽ പെഡസ്ട്രിയൻസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരെ തട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വിവരം അറിയും, അവരെ ലൈസൻസും ഉള്ള കാര്യം മൊത്തം അങ്ങോട്ട് പോകും. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടേക്ക് നടക്കാൻ വന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ മാനിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വഴിയാണ് നമ്മളധികം രാവിലെയൊക്കെ നടക്കാൻ പോകാറുള്ളത്. അപ്പം ഇന്ന് ആരുമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് തോന്നുന്നു ഭയങ്കര വാമായിട്ട് വീട്ടിലിരുന്ന് അടിപൊളി ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ സമയത്താണ് ഭ്രാന്തന്മാരായ ഞങ്ങൾ ഇറങ്ങുന്നത്. പക്ഷേ അത് അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കിളികളുണ്ട്. ഇതിൻ്റെ വോയിസ് ഇങ്ങനെ കേട്ടോ, നല്ല ക്ലിയറായിട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ. നോക്കിക്കോ, കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3 ഒരു അമേസിങ് ക്യാമറ കേട്ടോ, ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ഫോർ വ്ളോഗിങ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റി, പിന്നെ ഗിംബൽ അത് അടിപൊളിയാണ്. പക്ഷേ നമുക്ക് ഗോപ്രോനെ പോലെ അത്ര ആക്ഷൻ സീക്വൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാം. ബട്ട് ഗോപ്രോ ഒക്കെ ഒന്ന് നിലത്ത് വീണാലും പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ പറ്റിയാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പം ഒരു DSLR ക്യാമറ എങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നോ അതേപോലെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നടക്കണം. പക്ഷേ
ഭയങ്കര ഈസിയാണ് പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ. വെറുതെ ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ പോക്കറ്റ് 3, നമുക്കൊരു പോക്കറ്റിലാക്കി കൊണ്ടു നടക്കാനുള്ള അത്രയേ ഉള്ളൂ സൈസ്. ആകെ എനിക്ക് തോന്നുന്നത് ഒരു ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു സ്മാർട്ട് ഫോണിൻ്റെ സൈസ് അത്രയേ ഉള്ളൂ ഈ ക്യാമറ. അപ്പം ഇതിനകത്തുള്ള ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഞാൻ അല്ലാതെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. പിന്നെ മറ്റേ ഹോം ടൂറിൻ്റെ വീഡിയോ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. അതല്ലാതെ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇതിൽ വേറൊരു സാധനമുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ആക്റ്റീവ് ഫേസ് ട്രാക്കിംഗ്. നമ്മളിതിപ്പോൾ എങ്ങോട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇത് ഇപ്പം കിടക്കുന്നത് ഫേസ് ട്രാക്ക് മോഡിലാണ്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇതിനനുസരിച്ച് ഗിംബൽ ഈ ക്യാമറ ലെൻസ് എൻ്റെ നേരെ തിരിയും. അപ്പം ഇത് കണ്ടോ. അപ്പം ഈ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഇതിനകത്ത് എടുക്കുന്ന ചെറിയ ചെറിയ ഷോട്ടുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ഇനി ഈ വ്ളോഗിനകത്ത് എന്തെങ്കിലും പുതുമ വരുത്തണമെങ്കിലോ ശൈലി മാറ്റണമെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ നല്ല നല്ല വീഡിയോസ് ഇറക്കാൻ പറ്റും. എന്തായാലും പുതിയൊരു രാജ്യത്തെത്തി, അപ്പം മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം, അത് ഉറപ്പാണ്. എക്സ്പ്ലോർ ചെയ്യാണ്ട് പിന്നെ എന്ത് അല്ലേ. ഒരു അണ്ണാറക്കണ്ണനെ കണ്ടതേ ആശാൻ ഇവിടുന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്, താഴത്തേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് വാൾനട്ട് കേട്ടോ വൈദവേ, ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. എൻ്റെ മുകളിലുണ്ട്. ഇതാണ് വാൾനട്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ചാമ്പയ്ക്കൊക്കെ പറിക്കൂലേ, അതേപോലെ നമുക്ക് ഇവിടെ വാൾനട്ട് കിട്ടും കേട്ടോ. ഇവിടെ എന്തോ സ്കൂളിൻ്റെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ എന്തോ നടക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. അപ്പം ഇവിടെ കണ്ടോ, നമ്മുടെ നാട്ടിലെ പോലെ കല്ലൊന്നുമില്ല, ഫുള്ള് ഒന്ന് ഊതിയാൽ പറക്കുന്ന സെറ്റപ്പിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. മരം, സ്റ്റീല് അത് മാത്രം വെച്ചിട്ടാണ് വീടുണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് സൈക്ലോണൊക്കെ വരുന്ന വാണിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ സമയത്തിന് ആ സ്പോട്ടിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് 3rd ഫ്ലോറിലാണ്. അപ്പോൾ 3rd ഫ്ലോറിൽ നിന്ന് ബേസ്മെൻറ്റിലേക്ക് പോകണം. ഇല്ലെങ്കിൽ ആദ്യം പറക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കും. അപ്പോൾ ഒരു 2-3-4 ദിവസം മുന്നേ, കഴിഞ്ഞ ആഴ്ച അല്ലേ നമ്മൾ പോയത്, കഴിഞ്ഞ ആഴ്ച ഇതേപോലെ സൈക്ലോൺ വാണിംഗ് വന്നു. നമ്മുടെ നാട്ടിലെ 2nd ഫ്ലോർ, ഇവിടെ 3rd ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 2nd ഫ്ലോറിനാണ് ഇവിടെ 3rd ഫ്ലോർ എന്ന് പറയുന്നത്. ഇതേ അത് പറയാൻ വിട്ടുപോയി. അത് ഞങ്ങൾ ആദ്യം ഒരു വണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു. 3rd ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ 2nd ഫ്ലോർ കിട്ടിയതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, സൈക്ലോൺ ആ വാണിംഗ് വന്നിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ പൊക്കോണം, ഇല്ലെങ്കിൽ കാറ്റടിച്ചാൽ കാറ്റ് നമ്മളായിരിക്കും ആദ്യം കൊണ്ടുവന്നുണ്ടാവുക. 2 ആഴ്ച മുന്നേ ഞങ്ങൾ അങ്ങനെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്തു. നല്ല അടിപൊളി കാറ്റ് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് പോയി, പിന്നെ വലിയ കുഴപ്പമില്ല. ഇനി വിൻ്റർ വരാൻ പോവാണ്. വിൻ്റർ വന്നാൽ അവിടെയൊക്കെ മഞ്ഞ് പെയ്യുന്നതാണ്. ആദ്യത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമായിരിക്കും മഞ്ഞ് വരുന്നതിൻ്റെ, പിന്നെ തണുത്ത് പറിച്ച് ഒരുപാടാവും. നോക്കാം എന്തായാലും. നെല്ലോ, നെൽകൃഷി ആടാ. നടന്നൊരു പാർക്ക് പോലത്തൊരു സ്ഥലത്തെത്തി. അവിടെ പാർക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ഒരു റോഡിൻ്റെ അടിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റോഡാണ്, മുകളിൽ റോഡാണ്. ഒരുപാട് വണ്ടികൾ ബാക്കിൽ കൂടി ഇങ്ങനെ പോകുന്ന കാണാം. എന്നാൽ ഈ പുല്ലും പൂവും പറക്കുന്ന സ്വഭാവം മാറ്റി ചെയ്തിട്ടാ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എന്ത് വീട്ടിലാ എന്നെ എനിക്ക് വയ്യേ. കുഞ്ഞു മഴ പെയ്തപ്പോൾ ഇവിടെ ചെറിയ വെള്ളക്കെട്ട് പോലെ. ഈ സാധനം ഇത്ര ഒരു വെള്ളക്കെട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ മൊബൈലിൽ ഫ്ലഡ് അലേർട്ട് വിടും കേട്ടോ. അതാണ് ഏറ്റവും വലിയ കോമഡി.
അതന്നെ നമുക്കിത് എന്ത് ഫ്ലഡ്. പക്ഷേ ചുഴലിക്കാറ്റ് ആദ്യമായിട്ടാട്ടോ നമുക്ക് അത് ഇച്ചിരി. അയ്യോ ഷൂ ഒക്കെ നനഞ്ഞ് തണുപ്പുണ്ടോ? ഞാൻ തണുപ്പ് പറയുന്നില്ല, ഞാൻ ഉള്ളിൽ തെർമലൊക്കെ ഇട്ട് ഈ ഹുഡിയും കൂടി ഇട്ടുകൊണ്ട് തണുപ്പ് പറയുന്നില്ല. കാല് നനഞ്ഞാൽ ഭയങ്കര തണുപ്പ് വരുന്നുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഇങ്ങനെ ചുമ്മാ. സമയം സത്യം പറയാലോ ഇപ്പോൾ 1:45 സമയം നമ്മൾ അറിയത്തേ ഇല്ല. രാവിലത്തെ നമ്മുടെ നാട്ടിലൊരു 6 മണി 6:30 ടൈമില്ലേ, ആ സമയത്ത്, അതായത് രാവിലെ മറ്റേ ശബരിമല സീസണിൻ്റെ സമയത്തൊരു 6 മണിക്കില്ലേ, സത്യമായിട്ടും ആ സമയത്ത് ഇച്ചിരി മൂടൽമഞ്ഞൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വൃശ്ചികം ആ സമയത്ത് ഇച്ചിരി മൂടൽമഞ്ഞ് ഉണ്ടാവും. ആ ഒരു മൂടാട്ടോ അത്. നല്ല രസമുണ്ട്. The best example for face tracking, object tracking, കണ്ടോ? സോ ഞങ്ങളിങ്ങനെ ചുറ്റി ഒരു സ്ഥലത്തെത്തി. ഇനി ഇവിടുന്ന് നേരെ തിരിച്ചു പോകുന്നില്ല, ഒരു സർക്കിളായിട്ടാണ് നമ്മൾ നടക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇവിടെ വന്നപ്പോൾ വഴി അറിയില്ല, മാപ്പ് നോക്കണം. എന്തായാലും വന്ന വഴി തിരിച്ചു പോകുന്നില്ല, തിരിച്ചിപ്പം മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടി നടന്നു പോകാനുള്ള പ്ലാനാട്ടോ. നമ്മൾ ആക്ച്വലി നിൽക്കുന്നത് ശരിക്കും 2 സിറ്റീൻ്റെ ബോർഡറിലായിട്ടാട്ടോ. ഇത് ബെൻവില്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു സിറ്റിയാണ്. പിന്നെ ഇത് റോജേഴ്സ് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്നത് റോജേഴ്സിലാണ്. പക്ഷെ നമ്മുടെ അവിടെയുള്ള ട്രയൽസ് കൂടിയൊക്കെ പോകുന്നതും ഈ സെയിം ട്രയൽ. ഇത് കണ്ടോ, പട്ടികൾക്കുള്ള ബോക്സാണിത്. അതായത് നമ്മളെ വളർത്തുമൃഗങ്ങളായിട്ട് പുറത്ത് പോകുമ്പോൾ അവർ കാഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വാരണം. നമ്മൾ തന്നെ വാരുന്നു, നമ്മൾ തന്നെ അതിനകത്തിടുന്നു. അതാണ് ഇവിടുത്തെ സിസ്റ്റം. ഐ മീൻ അധിക സ്ഥലങ്ങളിലെയും സിസ്റ്റം അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പട്ടീനെ അങ്ങ് അഴിച്ചു വിടുന്നു, മോനെ പോയി കാര്യം സാധിച്ചിട്ട് പോകാമെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുട്ടീനെ നോക്കുന്നതിനേക്കാട്ടും കഷ്ടമാണ് ഒരു പട്ടീനെ നോക്കുന്നത്. അത്രയ്ക്കും ഇച്ചിരി പാടാണ് ഇവിടെ മീൻസ് മൊത്തത്തിൽ ഫോറിൻ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ പുതുതായിട്ട് തോന്നുന്നു, അത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വിശക്കുന്നു. ഈ കാണുന്നതൊക്കെ ഓരോരോ ഷോപ്പുകളാട്ടോ. എന്തോരം സ്ഥലങ്ങളാണ് നോക്കിയേ. സ്ഥലങ്ങൾ ഇൻ ദ സെൻസ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ബിൽഡിംഗ് കൂടി വെക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അതാണ് എനിക്കിവിടെ വന്നിട്ട് അതിശയിപ്പിച്ച കാര്യം. എല്ലാ ഇതും റോഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഏകദേശം ഒരേ മോഡലിലായിരിക്കും ഒരു ബിൽഡിംഗ് മൊത്തം ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിലായിരിക്കും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഏത് ടൈപ്പ് ഓഫ് ഓരോ കോംപ്ലക്സ്. അതന്നെ ഞാൻ പറഞ്ഞത്. അല്ല, നമുക്കിപ്പോൾ ഓരോ ഷോപ്പിനെ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരുന്നു. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇന്ന ഷോപ്പാണെന്ന്. ഇവിടെ പെട്ടെന്ന് എനിക്കിത് മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഭയങ്കര വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസാണ് എല്ലാ സ്ഥലത്തും. അതാണ് നല്ലൊരു കാര്യം. പിന്നെ ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഹൈവേ. അപ്പോൾ അതുവഴി നമ്മൾ നേരെ നടന്ന് പോകുക കേട്ടോ. സൈഡിൽ കൂടി സൈഡ് വാക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ട്രയൽസ് ഉള്ള സ്ഥലത്ത് കൂടി മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ട്രയൽസ് കൂടി ഇങ്ങനെ സമാധാനപരമായിട്ട് നടന്ന് പോകുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. വെറുതെ ഒന്ന് പരിസരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം ശരി. അപ്പം അടുത്തൊരു ട്രിപ്പ് വീഡിയോ ഉടനെ വരുന്നതാണ്. ഒരു ട്രിപ്പ് പയ്യെ ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ലപോലെ നടക്കുകയാണെങ്കിൽ നമുക്ക് കുറേ എക്സൈറ്റ് ചെയ്യുന്ന കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, സൈനിങ് ഔട്ട്.